ഇതാണ് നമ്മുടെ ചേട്ടൻ, ലാലു ചേട്ടൻ എന്നാണ് ആളെന്നെ വിളിക്കുക. അപ്പൊ ആളുടെ കുറച്ച് ഐഡിയകളായിട്ടുള്ള കുറെ സാധനങ്ങളുണ്ട്. അല്ല ഏട്ടാ, ഇതെന്താ ഈ സംഭവം? ഇത് ഇവിടെ ഇങ്ങനെ ഈ ഷീറ്റ് ഒക്കെ ഇട്ടിട്ടേ ഇലയൊന്നും വരാണ്ടിരിക്കാൻ വേണ്ടിട്ട് ഇതൊരു കിണറ്. ഇത് വേനൽക്കാലത്ത് തീരെ വെള്ളം ഉണ്ടാവില്ല. ഇപ്പൊ മഴ കുറവാണ് ഈ കൊല്ലം. അപ്പൊ നമ്മളെന്താ വെച്ചാൽ ഈ കിണർ ക്ലീൻ ചെയ്തിട്ട് ഈ കിണറ്റിലേക്ക് ഇലയൊന്നും വരാണ്ടിരിക്കാൻ വേണ്ടിട്ട് ഇട്ടാക്കണത്. അപ്പൊ ഇവിടെ മരം വെച്ചിട്ട് സാധാരണ ഇങ്ങനെയൊക്കെയാണ് പല കണ്ടേക്കണത്. ഇത് സൈഡിലൊന്നും പുല്ല് വരാണ്ടിരിക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ ഇറക്കിയിട്ടേക്കണത്. അങ്ങനെ അപ്പൊ ഇത് പുല്ലൊന്നും വരില്ല. അത് അപ്പൊ ഈ കിണറ്റിലേക്ക് നമ്മളുടെ ഈ ഭൂമിയിലുള്ള ഒറു മുഴുവൻ ഇപ്പൊ വർഷകാലത്ത് വരും. ഇപ്പൊ ഈ സെന്ററിൽ കാണുന്ന പൈപ്പില്ലേ, ഈ സെന്ററിൽ കാണുന്ന പൈപ്പ് നമ്മള് ഈ വെള്ളത്തിൽ ഒരു ചെറിയ പൈപ്പ്, ഇത് മോട്ടറിന്റെ പൈപ്പാണ്. അല്ലല്ല, ചെടിയൊക്കെ നനയ്ക്കുന്ന പൈപ്പാ ഇത്. 60 മീറ്റർ പൈപ്പ് ഉണ്ട്. ഇത് 60 മീറ്റർ നീളമുണ്ട്. 60 മീറ്ററിൽ നമ്മള് ഇപ്പൊ ഈ കിണറിന്റെ ലെവലിൽ നിന്ന് നമ്മള് ഇതില് നമുക്ക് വേനൽക്കാലത്ത് വെള്ളം വറ്റി പോകും. നമുക്ക് അടിക്കാനുള്ള വെള്ളം കിട്ടില്ല. ഇത് മലമ്പ്രദേശല്ലേ. അപ്പൊ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് അവിടെ കുഴക്കിണർ താത്തി തൊട്ടപ്പുറത്ത് അവിടെ ഉണ്ട്. അത് കാണാണ്ട് ഈ കുഴക്കിണറിലേക്ക് നമ്മള് അതിന്റെ പൈപ്പ് എടുത്തിട്ട്, ഇതൊന്ന് വരുന്ന പൈപ്പാണ് ഇത് അല്ലേ, ഈ കുഴക്കിണറിലേക്ക് വരുന്നത്. അവിടെ നമ്മള് ഇതിലൊരു വാൽവ് കൊടുക്കും. അപ്പൊ ശരിക്കും നമ്മൾ എന്താ ചെയ്യണം? ഇതിന്ന് കുഴൽക്കിണറിന്ന് അങ്ങോട്ടാണ് ചാർജ് ചെയ്യണത്. അല്ല, ആൾക്കാർക്ക് പ്രത്യേകിച്ച് അവര് വിചാരിക്കും ഇതിന്ന് അങ്ങനെ താഴ്ചന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചുരുങ്ങിയത് 400-500 അടി താഴ്ചന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 8-10 പോസ്റ്റ് നീളം താഴ്ചയുണ്ട്. ഇവിടെ കിട്ടണമെങ്കിൽ വെള്ളം കിട്ടണമെങ്കിൽ അത്രയും താഴ്ചയും വേണം. ഇത് ഈ കുഴൽക്കിണർ താത്തിയ സമയത്ത് നമുക്ക് 20 മിനിറ്റ് അടിക്കുമ്പോഴത്തേക്കും കുഴൽക്കിണറിൽ വെള്ളം പറ്റി പോകും. കിട്ടാതെ ഒരവസ്ഥ വരും. കുഴൽക്കിണറിലെ വെള്ളം തീർന്നു പോകും. മാർച്ച് ഏപ്രിലൊക്കെ അടിക്കുമ്പോഴല്ലേ, മെയ് നല്ല വേനലിൽ അടിക്കുമ്പോ 20 മിനിറ്റ് അടിക്കുമ്പോഴത്തേക്കും ഈ കുഴൽക്കിണറിൽ വെള്ളം തീരും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്ന